ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മുഗൾ രാജവംശം ഏറ്റവും കൂടുതൽ വിസ്തൃതമായത് ഏത് രാജാവിൻ്റെ കാലത്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മുഗൾ രാജവംശം ഏറ്റവും കൂടുതൽ വിസ്തൃതമായത് ഏത് രാജാവിൻ്റെ കാലത്താണ്? ഏത് രാജാവിൻ്റെയാണ്? അക്ബർ, ബാബർ, ഔറംഗസേബ്, ഹുമയൂൺ. ഉത്തരം എന്താണ്? അതെ, ഔറംഗസേബാണ് അല്ലേ. ആൻസർ എന്താണ്? ഔറംഗസേബ്. ദെൻ രണ്ടാമത്തെ ചോദ്യം, അക്ബർ ഒരു മതസഹിഷ്ണുതയുള്ള ഭരണാധികാരിയായിരുന്നു. വിശദമാകുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. അക്ബർ അതിശക്തനായ മുഗൾ ചക്രവർത്തിയായിരുന്നു. മുഗൾ രാജാക്കന്മാരിൽ ഏറ്റവും കൂടുതൽ മതസഹിഷ്ണുതയുള്ള ഭരണാധികാരിയായിരുന്നു അക്ബർ. അദ്ദേഹം ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഖാന പണികഴിപ്പിച്ചു. വിവിധ മതങ്ങളിലെ പണ്ഡിതർ ഇവിടെ ഒത്തുചേർന്നു. ഇവിടെ നടന്ന ചർച്ചകൾ മതസഹിഷ്ണുത നയത്തിന് ഉദാഹരണങ്ങളാണ്. അക്ബർ എല്ലാ മതങ്ങളെയും നല്ല വശങ്ങൾ കോർത്തിണക്കിയാണ് ദിൻ ഇലാഹി എന്ന ദർശനത്തിന് രൂപം കൊടുത്തത്. സുൽ ഇക്കുൽ എന്നതാണ് ഈ ദർശനത്തിൻ്റെ കാതൽ. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഭരണത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ മത്സരത്തിലും തുല്യമായി പരിഗണിച്ചു. രാജ ടോഡർമാൾ, രാജ മാൻ സിംഗ്, രാജ ഭഗവൻ ദാസ്, ബീർബൽ എന്നിവർ രാജസദസ്സിൽ ഉന്നത സ്ഥാനം അലങ്കരിച്ചവരെന്നായിരുന്നു. ഓക്കെ, നമുക്ക് പ്രവർത്തനം 2 നോക്കാം. മുഗൾ ഭരണകാലത്ത് രസ്നാമ എന്ന പേരിൽ പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഗ്രന്ഥമേതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഭഗവത്ഗീത, മഹാഭാരതം, രാമായണം ഇവയൊന്നുമല്ല. ആൻസർ എന്താണ്? അതെ, മഹാഭാരതമാണ് അല്ലേ. ആൻസർ എന്താണ്? മഹാഭാരതം. ഇതിന് താഴെ പറയുന്നവയിൽ ശരിയായവ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഓരോന്നായി നോക്കാം. നോക്കൂ. മധ്യകാലഘട്ടത്തിൽ ഡൽഹിയിൽ നിർമ്മിക്കപ്പെട്ട ചരിത്ര സ്മാരകമാണ് ചെങ്കോട്ട. ദെൻ ബി എന്താണ് കൊടുത്തിട്ടുള്ളത്? ദക്ഷിണേന്ത്യയിലാണ് ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ദെൻ സി, അക്ബറിൻ്റെ ഭരണകാലത്താണ് ചെങ്കോട്ട പണി കഴിപ്പിച്ചത്. ദെൻ ഡി, സ്വാതന്ത്ര്യദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് ചെങ്കോട്ടയിലാണ്. ദെൻ ഇ, ചെങ്കോട്ട ഇന്ത്യയെയും പേർഷ്യൻ വാസ്തുവിദ്യ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായത്? യെസ്, എ, ഡി, ഇ ആണല്ലേ. അതായത് ശരിയായത് ഏതൊക്കെയാണ്? മധ്യകാലഘട്ടത്തിൽ ഡൽഹിയിൽ നിർമ്മിക്കപ്പെട്ട ചരിത്ര സ്മാരകമാണ് ചെങ്കോട്ട. ദെൻ അക്ബറിൻ്റെ ഭരണകാലത്താണ് ചെങ്കോട്ട പണി കഴിപ്പിച്ചത്. നെക്സ്റ്റ് ഏതാണ്? യെസ്, ചെങ്കോട്ട ഇന്ത്യയുടെയും പേർഷ്യൻ വാസ്തുവിദ്യ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണമാണ്. ഇപ്പോൾ 3 അല്ലേ ശരിയായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1526 നടന്ന 1-ാം പാനിപ്പത്ത് യുദ്ധമാണ് മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയത്. മുഗൾ ഭരണത്തിന് തുടക്കം കുറിച്ചത് ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? അതെ, ബാബർ ആണല്ലേ. മുഗൾ ഭരണത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? യെസ്, ആൻസർ ബാബർ. ഓക്കെ, നമുക്ക് പ്രവർത്തനം 3 നോക്കാം. ലോട്ടസ് മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹംപി, ഡൽഹി, ആഗ്ര, ഹൈദരാബാദ്. എന്താണ്? ലോട്ടസ് മഹലാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഹംപി, ഡൽഹി, ആഗ്ര, ഹൈദരാബാദ്. എവിടെയാണ് കൂട്ടുകാരെ ലോട്ടസ് മഹൽ? അത് ഹംപിയിലാണല്ലേ. ആൻസർ എന്താണ്? ഹംപി. ദെൻ രണ്ടാമത്തെ ചോദ്യം നോക്കാം. അതിൽ പ്രവർത്തനം 3 ആണല്ലേ. ഓക്കെ, വിജയനഗര ഭരണ സംവിധാനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? വിജയനഗര സംവിധാനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? യെസ്, ഭരണ സൗകര്യത്തിനായിട്ട് എന്താണ്? രാജ്യത്തെ മണ്ഡലങ്ങൾ അഥവാ പ്രവിശ്യകൾ, നാടുകൾ അഥവാ ജില്ലകൾ, സ്ഥലം, ഉപജില്ലകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിരുന്നു. രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു. ദെൻ മന്ത്രിമാരെ ശിക്ഷിക്കുന്നതിനും തരം താഴ്ത്തുന്നതിനുമുള്ള അധികാരം ആർക്കാണ് ഉണ്ടായിരുന്നത്? യെസ്, രാജാവിനുണ്ടായിരുന്നു. നീതിന്യായ സംവിധാനത്തിനായി വിവിധ തട്ടുകളിൽ കോടതികൾ ഉണ്ടായിരുന്നു. അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു. ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തു. ഭരണ സംവിധാനത്തിൽ മുഖ്യ പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും.
സൈനിക മേധാവികൾ അറിയപ്പെട്ടിരുന്നത് അമരനായകന്മാർ എന്ന പേരിലായിരുന്നു. ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അഥവാ അമര അനുവദിച്ചു നൽകി. അമര എന്നറിയപ്പെട്ടിരുന്ന ഈ ഭൂമിയിൽ നിന്ന് നികുതി പിരിക്കാനുള്ള അധികാരം നായകന്മാർക്കായിരുന്നു. നികുതിയിൽ നിന്നും ഒരു നിശ്ചിത തുക രാജാവിന് നൽകിയിരുന്നു. എന്താണ്? നികുതിയിൽ നിന്നും ഒരു നിശ്ചിത തുക എന്ത് ചെയ്യുന്നുണ്ട്? രാജാവിന് നൽകിയിരുന്നു. ഓക്കെ, ഇതിന് പ്രവർത്തനം 4 എന്താണെന്ന് നോക്കാം. പെരുമാൾ തിരുമൊഴി എന്ന കൃതിയുടെ രചയിതാവാരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കൂ. കുലശേഖര ആഴ്വാർ, പെരിയാഴ്വാർ, നമ്മാഴ്വാർ, ആണ്ടാൾ. ആരാണ് കൂട്ടുകാരെ എഴുതിയിട്ടുള്ളത് പെരുമാൾ തിരുമൊഴി? അതെ, കുലശേഖര ആഴ്വാർ ആണല്ലേ. ആൻസർ എന്താണ്? കുലശേഖര ആഴ്വാർ. രണ്ടാമത്തെ ചോദ്യം, മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയൊട്ടാകെ വ്യാപിച്ച 2 പ്രധാന സാംസ്കാരിക പ്രസ്ഥാനങ്ങളാണ് ഏത്? ഭക്തി, സൂഫി പ്രസ്ഥാനങ്ങൾ. തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയമായി മാറിയതിന് കാരണം എന്താണ്? തമിഴ്നാട്ടിൽ ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയമായി മാറിയതിനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ, നമുക്കറിയാമല്ലോ ആൻസർ എന്താണ്? തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായിട്ട് രൂപം കൊണ്ടത്. അവിടെ വിഷ്ണു ഭക്തരായ ആഴ്വാന്മാരും ശിവഭക്തരായ നായനാർമാരും പ്രാദേശിക ഭാഷകളിൽ ഭക്തിഗാനങ്ങൾ ആലപിച്ച് ദേശസഞ്ചാരം നടത്തിയതിനാൽ ജനങ്ങൾക്കിടയിൽ എന്താണ്? ഭക്തി പ്രചരിച്ചു. അനാചാരങ്ങളും അസമത്വങ്ങളും ശക്തമായിരുന്ന അക്കാലത്ത് ഭക്തകവികളുടെ രചനകൾ സാധാരണക്കാരെ ഏറെ സ്വാധീനിച്ചു. സമൂഹത്തിൽ നിലനിന്നിരുന്ന അർത്ഥശൂന്യമായ ആചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. എല്ലാ വിഭാഗം ജനങ്ങളും ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? പ്രവർത്തനം 5 നോക്കിയാലോ. നോക്കൂ, 3ാമത്തെ ക്വസ്റ്റ്യൻ കൂടിയിട്ടല്ലേ. എന്താണത്? ഭക്തകവികളായ നായനാർമാരുടെ രചനകൾ ഏതു പേരിലാണ് അറിയപ്പെട്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതു പേരിലാണ്? അതെ, തിരുമുറൈകളാണല്ലേ. ആൻസർ എന്താണ്? തിരുമുറൈകൾ. പ്രവർത്തനം 5 നോക്കാം. 5ാമത്തെ പ്രവർത്തനം എന്താണ്? സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹികവും മതപരവുമായ വിവേചനങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനായി ബസവണ്ണ സ്ഥാപിച്ച വീരശൈവ പ്രസ്ഥാനം നടത്തിയ പ്രധാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് പ്രധാന പ്രവർത്തനങ്ങൾ? ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തല്ലേ. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. എന്തൊക്കെയായിരുന്നു? ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ തന്നെ തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവ പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അതെ, അനുഭവ മണ്ഡപമാണ് അല്ലേ. ആൻസർ എന്താണ്? അനുഭവ മണ്ഡപം. ഓക്കെ, നമുക്ക് പ്രവർത്തനം 6 നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് അടിത്തറയായത്. സ്വാതന്ത്ര്യ സമരത്തിലെ ഏതെല്ലാം ആശയങ്ങളും മൂല്യങ്ങളുമാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതെല്ലാം ആശയങ്ങളാണ്? അതെ, സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, സൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളും. എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യം, സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, സൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളും. രണ്ടാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് കൂട്ടുകാരെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകൾ? എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിൻ്റായിട്ട് നമുക്ക് എന്തെഴുതാം? 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകളല്ലേ. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ 321 വിഭാഗങ്ങളും 10 പട്ടികകളും. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് എന്താണ്? പ്രത്യേക മണ്ഡലങ്ങൾ അല്ലേ. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അധികാരം വിഭജിച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 7.
1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നു. ഒന്നാമത്തെ ചോദ്യം എന്താണ്? നമ്മുടെ ഭരണഘടനയുടെ ഏതെങ്കിലും 3 സവിശേഷതകൾ വിശദീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും 3 സവിശേഷതകൾ വിവരിച്ചാൽ മതി. ഓക്കെ. പാർലമെൻ്ററി ജനാധിപത്യ ഭരണം ഒരു സവിശേഷതയാണ്. എന്ത്? യെസ്, പാർലമെൻ്ററി ജനാധിപത്യ ഭരണം. സവിശേഷത എഴുതാം. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് എഴുതാം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. എന്താണ്? യെസ്, നിശ്ചിത പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമല്ലേ. നെക്സ്റ്റ് എന്ത് എഴുതാം? യെസ്, ജനങ്ങളുടെ പരമാധികാരം. രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? അതെ, ജനങ്ങളിൽ നിന്നാണ്. അപ്പോൾ കൂട്ടുകാരൻ ഇതുപോലെ എഴുതുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയ്ക്കായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്, രാജ്യസുരക്ഷയ്ക്ക്, പരിസ്ഥിതിക്ക്, അഴിമതി തടയൽ. ഓരോന്നിനുമായിട്ട് ഏതൊക്കെയാണ് കൂട്ടുകാരെ? യെസ്, വിദ്യാഭ്യാസ അവകാശ നിയമമാണ് അല്ലേ വിദ്യാഭ്യാസത്തിന്. ദേശീയ സുരക്ഷാ നിയമം. ദേശീയ സുരക്ഷാ നിയമം ഏതാണ്? യെസ്, രാജ്യസുരക്ഷയ്ക്ക്. പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള ഏതാണ്? യെസ്, പരിസ്ഥിതി സംരക്ഷണ നിയമം. അഴിമതി നിരോധന നിയമം. ഓക്കെ. പ്രവർത്തനം 8 നോക്കാം. ജനുവരി 26 എല്ലാ വർഷവും നാം എന്താണ്? റിപ്പബ്ലിക് ദിനമായി ആചരിക്കാറുണ്ടല്ലോ. ഭരണഘടനാ ധർമ്മങ്ങൾ ഉൾപ്പെടുന്ന സന്ദേശങ്ങൾ എഴുതി റിപ്പബ്ലിക് ദിന റാലിക്കുള്ള 2 പ്ലക്കാർഡുകൾ തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്ലക്കാർഡിൽ എന്തൊക്കെ എഴുതാം? യെസ്, ഭരണഘടന പൗരാവകാശത്തിൻ്റെ കാവലാർ. ഭരണഘടന നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. ഇതുപോലെ എന്ത് ചെയ്യാൻ കൂട്ടുകാരെ എഴുതി പ്ലക്കാർഡ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, ഭാവി ഇന്ത്യയുടെ ഭരണഘടനയെക്കുറിച്ച് ഗാന്ധിജി സ്വപ്നം കണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഭാവി ഇന്ത്യയുടെ ഭരണഘടനയെക്കുറിച്ച് ഗാന്ധിജി സ്വപ്നം കണ്ട കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? യെസ്, നമുക്ക് ആൻസർ എഴുതാം. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, രക്ഷാകർത്തൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഭരണഘടനയായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്? യെസ്, ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നു. ഇന്ത്യ രൂപപ്പെടുന്നതിന് അനുയോജ്യമായ ഭരണഘടനയാക്കണം. പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കുവാനാകുന്ന ഇന്ത്യ. ഇതൊക്കെയാണല്ലേ ഗാന്ധി സ്വപ്നം കണ്ട ഇന്ത്യ. ഓക്കെ. പ്രവർത്തനം 9 നോക്കിയാലും നമുക്ക് 9ാമത്തെ ചോദ്യം എന്താണ്? താഴെ പറയുന്നതിൽ അരികുവൽക്കരണമായി പരിഗണിക്കുന്നത് എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത് നോക്കൂ. സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകാതെ മാറ്റി നിർത്തപ്പെടുന്നത്. മുൻവിധിയോടെ ചില സാമൂഹിക വിഭാഗങ്ങളെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ ഒഴിവാക്കപ്പെടുന്നത്. എന്താണ്? കഴിവുകൾ ഉണ്ടായിരുന്നിട്ടും തൊഴിലും വിദ്യാഭ്യാസവും അവസരങ്ങളും നിഷേധിക്കപ്പെടുന്നത്. ഡി എന്താ കൊടുത്തിട്ടുള്ളത്? ഇവയെല്ലാം. അപ്പോൾ ഏതൊക്കെയാണ് ആൻസർ വരുന്നത്? എന്താണ് കൂട്ടുകാരെ? ഡി, ഇവയെല്ലാം എന്നതാണല്ലേ. അതായത് അരികുവൽക്കരണവുമായിട്ട് പരിഗണിക്കുന്ന എല്ലാ പോയിന്റ്സും എന്താണ്? അരികുവൽക്കരണവുമായി ബന്ധപ്പെട്ടതാണല്ലേ. അപ്പം ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, ഇവയെല്ലാം. ഓക്കെ. സമൂഹത്തിൽ അരികുവൽക്കരണം നേരിടുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്ത്രീകൾ, ദളിതർ, ഗോത്രവിഭാഗക്കാർ, അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, ട്രാൻസ്ജെൻഡറുകൾ, ജയിൽ മോചിതർ. മൂന്നാമത്തെ ചോദ്യം എന്താണ്? അരികുവൽക്കരണത്തിനെതിരെ മഹാത്മാ അയ്യങ്കാളി നടത്തിയ ആദ്യ പോരാട്ടം വിശദമാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആദ്യ പോരാട്ടത്തെക്കുറിച്ച് നമുക്ക് എഴുതാം. പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈപിടിച്ച് അയ്യങ്കാളി സ്കൂളിലെത്തുകയും ബാലികയെ സ്കൂളിൽ കയറ്റിയിരുത്തുകയും ചെയ്തു. പഞ്ചമി കയറിയതിൻ്റെ ഭാഗമായി ജന്മിമാർ സ്കൂളിന് തീവച്ചു. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള അരികുവൽക്കരണത്തിനെതിരെ മഹാത്മാ അയ്യങ്കാളി നടത്തിയ ആദ്യ പോരാട്ടമായിരുന്നു ഇത്.
ആദ്യ പോരാട്ടത്തെക്കുറിച്ച് നമ്മളോട് എഴുതാനല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഇങ്ങനെ എഴുതാം. പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച പഞ്ചമിയുടെ കൈപിടിച്ച് അയ്യങ്കാളി സ്കൂളിലെത്തുകയും ബാലികയെ സ്കൂളിൽ കയറ്റിയിരുത്തുകയും ചെയ്തു. പഞ്ചമി കയറിയതിൻ്റെ ഭാഗമായി ജന്മിമാർ സ്കൂളിന് തീവെച്ചു. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള അരികുവൽക്കരണത്തിനെതിരെ മഹാത്മാ അയ്യങ്കാളി നടത്തിയ ആദ്യ പോരാട്ടമായിരുന്നു ഇത്. ഓക്കെ, നമുക്ക് പ്രവർത്തനം 10 എന്താണെന്ന് നോക്കാം. പ്രവർത്തനം 10. ഓക്കെ, വിവേചനങ്ങൾ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ്. വിവേചനത്തിനെതിരെയും അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിച്ച മഹൽ വ്യക്തിത്വങ്ങളിലെ സ്ത്രീ സാന്നിധ്യം ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് കൂട്ടുകാരെ? അത് ദാക്ഷായണി വേലായുധനാണല്ലേ. ആൻസർ എന്താണ്? ദാക്ഷായണി വേലായുധൻ. രണ്ടാമത്തെ ചോദ്യം എന്താണ്? വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങൾ പൂർണ്ണാധികാരം ക്രമേണ നഷ്ടപ്പെട്ടതുപോലെ അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗമാണേത്? ഗോത്രജനത. ഗോത്രജനതയുടെ ജീവിത രീതിയുടെ സവിശേഷതകൾ എന്തെല്ലാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഗോത്രജനതയുടെ ജീവിത രീതിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? സ്വന്തമായി അറിവുകൾ നിർമ്മിക്കുകയും അവ പ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ. അതുപോലെ തനത് ജീവിത രീതിയും കലയും സാംസ്കാരിക മൂല്യങ്ങളും പിന്തുടരുന്നവർ. അതുപോലെ ഭാഷ, സാഹിത്യം, വൈദ്യം, കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രകൃതിയെ അടുത്തറിഞ്ഞു നേടിയ മികച്ച വിജ്ഞാനവും നാട്ടറിവും സ്വന്തമായി ഉള്ളവർ. തനതായ സംഗീത പാരമ്പര്യമുള്ളവർ. വൈവിധ്യമാർന്ന വാദ്യോപകരണങ്ങൾ നിർമ്മിച്ച് ഉപയോഗിക്കുന്നതിനുള്ള ശേഷിയുള്ളവർ. അപ്പം എങ്ങനെയാണ്? വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങളിൽ പൂർണ്ണ അധികാരം ക്രമേണ നഷ്ടപ്പെട്ടതുപോലെ അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗമാണ് ഗോത്രജനത. ഗോത്രജനതയുടെ ജീവിത രീതിയുടെ സവിശേഷതകളാണ് നമ്മളിപ്പോൾ പറഞ്ഞതല്ലേ. എന്തൊക്കെയായിരുന്നു? സ്വന്തമായി അറിവുകൾ നിർമ്മിക്കുകയും അവ പ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ. അതുപോലെ തനത് ജീവിത രീതിയും കലയും സാംസ്കാരിക മൂല്യങ്ങളും പിന്തുടരുന്നവർ. ഭാഷ, സാഹിത്യം, വൈദ്യം, കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രകൃതിയെ അടുത്തറിഞ്ഞ് നേടിയ മികച്ച വിജ്ഞാനവും നാട്ടറിവും സ്വന്തമായി ഉള്ളവർ. തനതായ സംഗീത പാരമ്പര്യമുള്ളവർ. വൈവിധ്യമാർന്ന വാദ്യോപകരണങ്ങൾ നിർമ്മിച്ച് ഉപയോഗിക്കുന്നതിനുള്ള ശേഷിയുള്ളവർ. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ കൂട്ടുകാർ നന്നായി പഠിച്ചു വയ്ക്കുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബായ്.